നമസ്കാരം, എൻ്റെ പേര് ഷെറി വർഗീസ്. CSI മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂണിറ്റി സൺഡേ കൂട്ടായ്മ ആഘോഷമാക്കി മുംബൈ പൂനെ യൂണിയൻ മലയാളം ഇടവകൾ. ആരാധനയിൽ സംബന്ധിച്ച് നിരവധി വിശ്വാസികൾ. ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ത്രിദിന ഇക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷൻ ഫെബ്രുവരി 27 ആരംഭിക്കും. വിശ്വാസികളെ വരവേൽക്കാൻ കോട്ടയം നാഗമ്പടം മുനിസിപ്പൽ മൈതാനം ഒരുങ്ങുന്നു. മസ്കറ്റ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബിഷപ്പ്. മുഖ്യാതിഥിയായി ശ്രീ മാത്യു ടി തോമസ്. നിരവധി പദ്ധതികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജൂബിലിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു. പ്രാദേശിക സഭകളിലും സ്ഥാപനങ്ങളിലും നടത്തപ്പെട്ട വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മഹായിടവക അധ്യക്ഷൻ. പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനായി മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കുശിച്ചെറിയാൻ UK-യിൽ. വിവിധ ശുശ്രൂഷകൾക്കും ആരാധനകൾക്കും നേതൃത്വം നൽകും. ആവേശത്തോടെ സ്വീകരിച്ച് വിശ്വാസ സമൂഹം. കേരളക്കരയ്ക്ക് അച്ചടി വിദ്യ സമ്മാനിച്ച CMS മിഷണറി റവറൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ ശവകുടീരം സന്ദർശിച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കുശിച്ചെറിയാൻ. ബെയ്ലിയുടെയും കുടുംബത്തിന്റെയും സംഭാവനകൾ വിസ്മരിക്കാനാവാത്തതെന്ന് ബിഷപ്പ്. 5 ജീവിതങ്ങൾക്ക് പുത്തൻ തുടിപ്പ് നൽകി ആലിൻ ഷെറിൻ എബ്രഹാം യാത്രയായി. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. സാക്ഷ്യത്തിന്റെയും പ്രത്യാശയുടെയും വലിയ പ്രതീകമായി ആലിന്റെ മാതാപിതാക്കളും കുടുംബവും. കുട്ടനാട് മിഷൻ കൺവെൻഷൻ 2026 രണ്ടാം വർഷത്തിലേക്ക്. ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത് ഈര, ചീരഞ്ചിറ, കരുമാടി സഭകൾ. 2 ദശാബ്ദം പിന്നിട്ട് ഏറ്റുമാനൂർ വൈദിക ജില്ലാ വചനമാരി കൺവെൻഷൻ. കുറുപ്പുതറ മാർക്കറ്റ് ഗ്രൗണ്ടിൽ വന്നത് വൻ വിശ്വാസ സമൂഹം. കോടുകുളഞ്ഞി സ്കൂളിലെ ഹൈടെക് IT ലാബ് ഉദ്ഘാടനം ചെയ്തു. പഠന സൗകര്യം ഉറപ്പുവരുത്തുന്നത് അനിവാര്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. കാട്ടറപ്പള്ളി മിഷൻ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം പ്രതിഷ്ഠിച്ചു. ബിഷപ്പ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ഇനി പുതിയ സാധ്യതകൾ. വാർത്തകൾ വിശദമായി. മുംബൈ പൂനെ യൂണിയൻ മലയാളം ഇടവകളുടെ ഒരുമിച്ചുള്ള വിശുദ്ധ സംസർഗ ശുശ്രൂഷ വക്കോള സെന്റ് പോൾസ് മലയാളം ദേവാലയത്തിൽ വെച്ച് നടന്നു. ഇടവക വികാരി റവറൻ മാത്യുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റവറൻ റോബിൻ ഐറ്റ്, റവറൻ ജോൺസൺ ജോൺ, റവറൻ ഡോക്ടർ സജീവ് സുഗു, റവറൻ ഷാലു ടി മാത്യു, റവറൻ സോജി A തോമസ്, റവറൻ സാം ജോൺസൺ, റവറൻ NC ഡേവിഡ് എന്നിവരും വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് അംഗങ്ങളും ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി. ഞീഴൂർ സെന്റ് മാത്യു CSI ഇടവക വികാരി റവറൻ ദിനേശ് ബാബു ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 2026 ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ കോട്ടയം നാഗമ്പടം മുനിസിപ്പൽ മൈതാനിയിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ചേർന്ന് ത്രിദിന ഇക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷന് തുടക്കം കുറിക്കുന്നു. ഈ ക്രിസ്തീയ മഹായോഗത്തിൽ സഭ സാമുദായിക സംഘടന വ്യത്യാസമില്ലാതെ എല്ലാ സഭാപിതാക്കന്മാരും നേതൃത്വം നൽകുന്നു. വിവിധ സമ്മേളനങ്ങളിലായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് കുര്യൻ പീറ്റർ, തോമസ് മാർ തിമത്തിയോസ് മെത്രാപ്പൊലിത്ത, കുര്യാക്കോസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത, ബിഷപ്പ് തോമസ് എബ്രഹാം, പാസ്റ്റർ R. എബ്രഹാം, ബ്രദർ P. സുരേഷ് ബാബു എന്നിവർ സംബന്ധിക്കുന്നു. മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കുശിച്ചെറിയാന്റെ അസാന്നിധ്യത്തിൽ ബിഷപ്പ് പ്രസ്തുത കൺവെൻഷന് ആശംസകൾ അറിയിച്ചു. എല്ലാ ക്രൈസ്തവ സഭകളും ഒരുമിച്ചുള്ള ഈ സംഗമത്തിൽ എല്ലാ വിശ്വാസികളെയും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുവാൻ ഭാരവാഹികൾ ആഹ്വാനം ചെയ്തു. 50 വർഷങ്ങൾ പിന്നിടുന്ന മസ്കറ്റ് CSI ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 12 നടത്തപ്പെട്ട സ്തോത്ര ശുശ്രൂഷയ്ക്കും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വൈകുന്നേരം നടത്തപ്പെട്ട ജൂബിലി സമാപന സമ്മേളനത്തിനും മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. ജൂബിലി സുവനീർ പ്രകാശന കർമ്മവും ബിഷപ്പ് നിർവഹിച്ചു.
ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് പ്രത്യേക റാലി നടത്തപ്പെട്ടു. ബഹുമാന്യനായ ജനപ്രതിനിധി ശ്രീ മാത്യു ടി തോമസ് MLA സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 5 ദശാബ്ദങ്ങളായുള്ള മസ്കറ്റ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളും സർവതോന്മുഖമായ വളർച്ചയും ഏറെ പ്രശംസനീയമാണ്. ജൂബിലിയുടെ ഭാഗമായി അരയപുരം ദേവാലയത്തിന്റെ നിർമ്മാണം, മഹായിടവകയിലെ ഒരു സഭാശുശ്രൂഷകനുള്ള ഭവന നിർമ്മാണം, ഉപസഭകളിലെ ഗായക സംഘങ്ങൾക്ക് നൽകിയ സ്ഥാനവസ്ത്രങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ജൂബിലി പദ്ധതികളിലൂടെ മഹായിടവകയ്ക്ക് വലിയ കരുതലും കൈത്താങ്ങലുമാണ് ഇടവക നൽകിയത്. കൂടാതെ ജൂബിലിയുടെ ഭാഗമായി കണികാപുരം പ്രോജക്റ്റിന് 25 ലക്ഷം രൂപ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ജൂബിലി പദ്ധതികൾക്ക് രൂപം നൽകുകയും അതിന് തുടക്കമിടുകയും ചെയ്ത മുൻ ഇടവക വികാരി റവറൻ സാം മാത്യു കെ ഏറ്റെടുത്ത പ്രസ്തുത സംരംഭങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച ഇപ്പോഴത്തെ ഇടവക വികാരി റവറൻ ജോസഫ് തോമസ്, ജൂബിലി കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. മണർകാട് CSI സെന്റ് ജെയിംസ് സഭയിൽ ഫെബ്രുവരി 10 നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മധ്യകേരള മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. 24 പേർ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. ശുശ്രൂഷയ്ക്കായി കുട്ടികളെ ഒരുക്കിയ ഇടവക വികാരി റവറൻ അനുരൂപ് സാമിനെയും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മിറ്റി അംഗങ്ങളെയും ബിഷപ്പ് അഭിനന്ദിച്ചു. ഇലന്തൂർ CSI ഹോളി ഇമ്മാനുവൽ സഭയിൽ നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. പത്തനംതിട്ട ഇടവകയുടെ ഉപസഭയായ നെടുഞ്ചേരി സഭയിൽ നിന്നുൾപ്പെടെ 11 പേർ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. വളരെ അനുഗ്രഹകരമായി നടത്തപ്പെട്ട പ്രസ്തുത ശുശ്രൂഷയിൽ കുട്ടികളെ ഒരുക്കിയ ഇലന്തൂർ ഇടവക വികാരി റവറൻ വർഗീസ് മാത്യു, പത്തനംതിട്ട ഇടവക വികാരി റവറൻ ജോണി ആൻഡ്രൂസ് എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. മാവേലിക്കര CSI ക്രൈസ്റ്റ് ചർച്ച് ദേവാലയത്തിന്റെ പ്രവേശന കവാടം കൂടുതൽ വിസ്തൃതമാക്കുകയും ദേവാലയ പരിസരം മോടി പിടിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 11 നവീകരിച്ച പ്രവേശന കവാടം മഹായിടവക ബിഷപ്പ് പ്രതിഷ്ഠിക്കുകയും അത് വിശ്വാസ സമൂഹത്തിനായി വേർതിരിച്ച് നൽകുകയും ചെയ്തു. ദേവാലയ കോമ്പൗണ്ടിന്റെ മുഖഛായ തന്നെ മാറും വിധം പ്രസ്തുത നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടവക വികാരി റവറൻ CI ജോസ്, സഹവികാരി ഡീക്കൻ ഷിൻഡു ജോൺ ചാണ്ടി, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിന്റെ സ്പീച്ച് ഡേ ഫെബ്രുവരി 5 ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന പരീക്ഷയ്ക്ക് മുന്നോടിയായി കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് നൽകുകയും അധ്യാപകർ ഉൾപ്പെടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത പ്രസ്തുത ശുശ്രൂഷ വളരെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാ പ്രിയ കുഞ്ഞുങ്ങളുടെയും ഭാവിയെ സർവശക്തനായ ദൈവം ശോഭനമാക്കട്ടെ എന്ന് ബിഷപ്പ് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് നല്ല നേതൃത്വം നൽകിയ സ്കൂൾ ബർസാർ റവറൻ അനീഷ് M. ജോർജ്, പ്രിൻസിപ്പൽ ശ്രീമതി അന്ന മേരി ചെറിയാൻ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു പ്ലേ സ്കൂളായി ആരംഭിച്ച മാവേലിക്കര ബിഷപ്പ് മൂർ വിദ്യാപീഠം ഇന്റർനാഷണൽ സ്കൂളിന്റെ 8ാമത് വാർഷികം ഫെബ്രുവരി 5 വർണ്ണശബളമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. പ്രസ്തുത സമ്മേളനം അഭിമന്യ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിന്റെ ഭാഗമായ ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഇപ്പോൾ അധ്യയനം നടക്കുന്നു. 5ാം ക്ലാസ്സിലെ ആദ്യ ബാച്ച് കുട്ടികളുടെ ഗ്രാജുവേഷൻ നടത്തപ്പെട്ടു. മഹായിടവകയുടെ മുൻ അധ്യക്ഷന്മാരായ അഭിമന്യ തോമസ് സാമുവൽ തിരുമേനി, അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി എന്നിവരും മീറ്റിംഗിൽ സന്നിഹിതരായിരുന്നു. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല നേതൃത്വം നൽകുന്ന ബർസാർ റവറൻ ബിനു ടി ജോൺ, മാനേജർ പ്രൊഫസർ ജോസഫ് തോമസ്, പ്രിൻസിപ്പൽ ശ്രീമതി ലീന സൂസൻ കോശി, അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ സാം ടി കുരുവിള എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ഫെബ്രുവരി 10, 11 തീയതികളിൽ കോയമ്പത്തൂർ മഹായിടവകയിലെ പട്ടക്കാരുടെ ധ്യാനയോഗം കോട്ടയം റിട്രീറ്റ് സെന്ററിൽ നടത്തപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകി. പ്രസ്തുത റിട്രീറ്റ് വളരെ മനോഹരമായി ക്രമീകരിച്ച കോയമ്പത്തൂർ മഹായിടവകയുടെ പുതിയ അധ്യക്ഷൻ റൈറ്റ് റവറൻ S. പ്രിൻസ് കാൽവിൻ, മഹായിടവക ഭാരവാഹികൾ എന്നിവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യമായി നമ്മുടെ മഹായിടവക സന്ദർശിക്കുന്ന ബിഷപ്പിനും സഹധർമ്മണിക്കും മഹായിടവക ബിഷപ്പ് മഹായിടവകയുടെ പ്രത്യേക ആദരവ് നൽകി. മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ സഹധർമ്മിണി ഡോക്ടർ ജെസി സാറ കോശിയോടൊപ്പം ഫെബ്രുവരി 14 എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സഭകൾ സന്ദർശിക്കുകയും
ആരാധനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. UK ബെൽഫാസ്റ്റ് CSI ഇടവക ഫെബ്രുവരി 14 ബിഷപ്പ് സന്ദർശിക്കുകയും സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 2022 സന്ദർശന വേളയിലാണ് ബെൽഫാസ്റ്റ് ഇടവകയ്ക്ക് മഹായിടവകയിൽ നിന്ന് ഒരു പട്ടക്കാരനെ നിയോഗിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ആരംഭം കുറിച്ചത്. സ്ഥിരീകരണ ശുശ്രൂഷ വളരെ മനോഹരമായി ക്രമീകരിക്കുകയും ഇപ്പോൾ ഇടവകയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഇടവക വികാരി റവറൻ സബി മാത്യു, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. UK ബെർമിംഗ്ഹാമിലുള്ള CSI സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. 8 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. 2022 മഹായിടവക അധ്യക്ഷന്റെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് പ്രസ്തുത സഭയ്ക്ക് ആരംഭം കുറിക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സഭ സന്ദർശിക്കുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നതായി ബിഷപ്പ് അറിയിച്ചു. സ്ഥിരീകരണത്തിനായി കുട്ടികളെ ഒരുക്കിയ ഇടവക വികാരി റവറൻ സബി മാത്യു, ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് പ്രത്യേകാൽ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടിലെ വടക്കു കിഴക്കൻ മേഖലകളായ ന്യൂ കാസിൽ മുതൽ ഷെഫീൽഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് നിരവധി കുടുംബങ്ങൾ മാഞ്ചസ്റ്ററിലുള്ള CSI ആരാധനയ്ക്കായി വന്നിരുന്നത്. ഫെബ്രുവരി 18 യോർക്കിൽ നടന്ന ചാമ്പൽ ബുധനാഴ്ചയുടെ ആരാധനയ്ക്ക് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലീൽ സാബു കുശിച്ചെറിയാൻ നേതൃത്വം നൽകിയതോടെ പുതിയ ആരാധനയിടം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് യോർക്കിലെ സഭാവിശ്വാസികൾ. 2024 യോർക്കിലുള്ള ചില വ്യക്തികളുടെ ഭവനങ്ങളിൽ ഭവന പ്രാർത്ഥനയായി ആരംഭിച്ച ഈ കൂട്ടായ്മ 2 വർഷത്തോളം UK വടക്ക് കിഴക്കൻ മേഖലകളിൽ ഉടനീളം ഭവന പ്രാർത്ഥനകൾ ക്രമീകരിച്ച് ഒട്ടനവധി CSI കുടുംബങ്ങളെ കണ്ടെത്തുകയും തുടർന്ന് യോർക്കിൽ ഒരു ആരാധന ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും മാഞ്ചസ്റ്റർ ചർച്ച് കമ്മിറ്റി അതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. മാഞ്ചസ്റ്റർ ഇടവകയുടെ പ്രത്യേക താല്പര്യത്തിലും നേതൃത്വത്തിലുമാണ് യോർക്കിൽ ഇപ്രകാരം ഒരു ആരാധനാ കേന്ദ്രത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. 26 കുടുംബങ്ങൾ യോർക്കിൽ സജീവമായി ഉണ്ടെന്നുള്ളതും അവർ എല്ലാവരും പ്രസ്തുത ആരാധനയിൽ പങ്കെടുത്തു എന്നതും ശുഭസൂചകമാണ്. ഒരു ഇടവകയായി വളരുവാൻ ദൈവം ഇവിടെയുള്ള മാഞ്ചസ്റ്റർ, യോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിശ്വാസ സമൂഹങ്ങളെ ഒരുക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. ഫെബ്രുവരി 21 മാഞ്ചസ്റ്റർ സെന്റ് സ്റ്റീഫൻ CSI ചർച്ചിൽ സ്ഥിരീകരണത്തിനും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. ഫെബ്രുവരി 22 ഞായറാഴ്ച 2:30 PM ലണ്ടൻ CSI ക്രൈസ്റ്റ് ചർച്ചിൽ സ്ഥിരീകരണത്തിനും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകും. CSI സഭയിലെയും ആംഗ്ലിക്കൻ സഭയിലെയും വൈദികർ പ്രസ്തുത ആരാധനകളിൽ പങ്കെടുത്തു. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ തിരുവിതാംകൂർ മിഷണറിയും മലയാള അച്ചടിക്ക് അടിത്തറയിടുകയും ചെയ്ത റവറൻ ബെഞ്ചമിൻ ബെയ്ലി അവസാനമായി ശുശ്രൂഷ ചെയ്ത ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബെറിയിലുള്ള സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് ദേവാലയവും ബെയ്ലിയും സഹധർമ്മിണിയും അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയുള്ള അവരുടെ ശവകുടീരങ്ങളും ഫെബ്രുവരി 17 ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലീൽ സാബു കുശിച്ചെറിയാൻ സന്ദർശിച്ചു. ബെർമിംഗ്ഹാം CSI സഭാംഗങ്ങളും ഇടവക വികാരി റവറൻ സബി മാത്യുവും പ്രസ്തുത സന്ദർശനത്തിന്റെ ഭാഗമായി. CMS മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രവർത്തനങ്ങളും കേരള സമൂഹത്തിനും മധ്യകേരള മഹായിടവകയ്ക്കും അത് പ്രദാനം ചെയ്ത സമാനതകളില്ലാത്ത ഉണർവും അഭ്യുന്നതിയും സ്മരിക്കുന്നതിനും ഈ സന്ദർശനം മുഖാന്തരമായി. മല്ലപ്പള്ളി ജില്ലയിൽ നെടുങ്ങാടപ്പള്ളി ഇടവകളായ വാലുമണ്ണിൽ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകൾ ആലിൻ ഷെറിൻ എബ്രഹാം കർണാവിൽ നിദ്ര പ്രാപിച്ചു. ഫെബ്രുവരി 5 റോഡ് അപകടത്തെ തുടർന്ന് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തീവ്ര ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി മാതാപിതാക്കൾ മകളുടെ അവയവങ്ങൾ ആവശ്യത്തിലിരിക്കുന്നവർക്ക് ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറി ആലിൻ ഷെറിൻ എബ്രഹാം. 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള കുട്ടിക്ക് നൽകി. 5 പേർക്ക് ജീവിതത്തിൽ പുതിയ സാധ്യത ഉളവാക്കുകയാണ് വലിയ ഈ തീരുമാനത്തിലൂടെ. മത സാംസ്കാരിക നേതാക്കൾ, സംസ്ഥാന ദേശീയ തലത്തിലുള്ള മന്ത്രിമാരടക്കം നിരവധി ആളുകളാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതും ധീരമായ തീരുമാനത്തെ പ്രശംസിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുടുംബത്തെ സന്ദർശിക്കുകയും അവയവദാന മെഡിക്കൽ സെന്ററിന്
ആലൻ ഷെറിൻ എബ്രഹാമിന്റെ പേര് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പള്ളം വൈദിക ജില്ലയുടെയും മധ്യകാല മഹായിടവകയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പള്ളം വൈദിക ജില്ലയുടെ കുട്ടനാട് മിഷൻ കൺവെൻഷൻ 2026 രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തെ കുട്ടനാട് മിഷൻ കൺവെൻഷൻ പള്ളം വൈദിക ജില്ലയുടെ ഈര, ചീരഞ്ചിറ, കരുമാടി ദേവാലയങ്ങളിൽ വെച്ച് ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ നടത്തപ്പെടും. പ്രസ്തുത കൺവെൻഷനുകളിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ചെയർമാനായ റവറൻ ചെറിയാൻ തോമസ്, മിഷണറി ഇൻചാർജ് റവറൻ കിഷോർ കെ പൊങ്ങൻപാറ, ജില്ലാ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോൺ മാത്യു മൂലേടം എന്നിവർ സേവനം ചെയ്യുന്നു. ഏറ്റുമാനൂർ വൈദിക ജില്ല 20ാമത് വചനവാരി കൺവെൻഷൻ കുറുപ്പന്തറ മാർക്കറ്റ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 11 മുതൽ 15 വരെ നടത്തപ്പെട്ടു. ഉദ്ഘാടന കർമ്മം ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കൃഷി ചെറിയാൻ നിർവഹിച്ചു. ക്രാന്തദർശിയും ദൈവരാജ്യ ദർശനങ്ങളിലൂന്നിയ ദൗത്യ നിർവഹണത്തിന്റെ വക്താവുമായ ദിവംഗതനായ റവറൻ KM ജോണിന്റെ പ്രേരക ശക്തിയിൽ തുടക്കമിട്ട പ്രസ്തുത കൺവെൻഷൻ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലായി സജീവമായി മുന്നേറുന്നു. പ്രിയ KM ജോൺ അച്ഛന്റെ സഹധർമ്മിണി ശ്രീമതി ലിസി ജോൺ തയ്യാറാക്കിയ ഇംഗ്ലീഷിലുള്ള ബൈബിൾ കൈയെഴുത്ത് പ്രതി തദവസരത്തിൽ ബിഷപ്പ് പ്രകാശനം ചെയ്തു. റവറൻ ഷിബിൻ വർഗീസ്, റവറൻ ഡോക്ടർ വിജി വർഗീസ് ഈപ്പൻ, റവറൻ സാം ജി കെ സാം, റവറൻ സുനീഷ് ദിവാകരൻ, ബ്രദർ ജോൺ തോമസ് എന്നിവർ വചന ശുശ്രൂഷ നിർവഹിച്ചു. വളരെ മനോഹരമായി ചിട്ടയോടെ ഈ വർഷവും പ്രസ്തുത കൺവെൻഷൻ ക്രമീകരിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ജില്ലാ ചെയർമാൻ റവറൻ ജേക്കബ് ജോൺസൺ, കൺവെൻഷൻ കമ്മിറ്റി, ജില്ലയിലെ വൈദികർ, സഭാ ശുശ്രൂഷകർ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി MLAയുടെ പ്രത്യേക വികസന പദ്ധതി 2025-26 മുഖേന കോടുകുളഞ്ഞി CMS UP സ്കൂളിന് അനുവദിച്ച IT ലാബിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം കേരള ഫിഷറീസ്, കലാ സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിച്ചു. കുട്ടികളിലെ സാങ്കേതിക അഭിരുചി വളർത്തുന്നതിനും ആധുനിക പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം ലാബുകൾ അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ലോക്കൽ മാനേജർ റവറൻ ബിജു വർക്കി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു, ചെങ്ങന്നൂർ ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MG ശ്രീകുമാർ, വാർഡ് മെമ്പർ TK സോമൻ, വൈദികരായ റവറൻ ജോൺസൺ പീറ്റർ കുന്നപ്പള്ളി, റവറൻ J മാത്യൂസ്, ചർച്ച് വാർഡന്മാരായ ഡേവിഡ് ചെറിയാൻ, നൈനാൻ ഉമ്മൻ, ചർച്ച് സെക്രട്ടറി ജോൺ ഫിലിപ്പ്, കമ്മിറ്റി അംഗം ചെറിയാൻ C ജോൺ, YMCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജൻ എബ്രഹാം, പൗരസമിതി ഗ്രന്ഥശാല ലൈബ്രറിയൻ രമണി B നായർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ സാം ജോൺ തോമസ്, സീനിയർ അധ്യാപിക LC മാത്യൂസ്, PTA പ്രസിഡന്റ് അഞ്ജു ശ്രീജിത്ത്, MPTA പ്രസിഡന്റ് പ്രസീത പ്രസാദ്, സ്കൂൾ ലീഡർമാരായ ശ്രേയ ശ്രീജിത്ത്, സാന്ദ്ര സതീഷ് എന്നിവർ പ്രസംഗിച്ചു. മധ്യകേരള മഹായിടവക മിഷൻ വയൽ പ്രദേശമായ CSI കാട്ടപ്പള്ളി മിഷന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ CSI ബിഷപ്പ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പ്രതിഷ്ഠ പർക്കാൽ മിഷൻ ഇൻചാർജ് റവറൻ പ്രതീഷ് ബാബു കുര്യൻ നിർവഹിച്ചു. കാട്ടപ്പള്ളി മിഷൻ ഇൻചാർജ് റവറൻ ജൂൺ ചെറിയാൻ കുറുന്തോട്ടിക്കൽ, പ്രാദേശിക മിഷണറിമാർ, സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിന്റെ സഹായത്തോടെയാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ബർസാർ റവറൻ അനീഷ് മാത്യു ജോർജ്, സ്കൂൾ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ എന്നിവരോട് മിഷൻ ഭാരവാഹികൾ കൃതജ്ഞത രേഖപ്പെടുത്തി. ഇതോടുകൂടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.